ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ വെഡിങ് ഗൗൺ ഒക്കെ പർച്ചേസ് ചെയ്യാൻ പോയ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നും നമ്മളുടെ ഒരു വെഡിങ് സീരീസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ജ്വല്ലറി പർച്ചേസിനാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോകുന്നത് ഞാനും പപ്പയും പിന്നെ എൻ്റെ കസിൻസ് ഉണ്ട്, എൻ്റെ വല്യമ്മച്ചിയും അതുപോലെ തന്നെ എൻ്റെ ഒരു ചേച്ചിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ മമ്മിക്ക് വയ്യായിരുന്നു, അപ്പൊ മമ്മി ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് പോവാണ്. പിന്നെ ചേട്ടന്റെ മമ്മി കൂടി അവിടെ വരും കേട്ടോ. അപ്പൊ നമ്മള് തൃശ്ശൂരുള്ള ഒരു ജ്വല്ലറിയിലാണ് പോണത്. അപ്പൊ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ജ്വല്ലറിയിലൊക്കെ എത്തി. അപ്പോ മമ്മി ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ചേട്ടന്റെ മമ്മിയാണ്, എന്റെ മദർ ഇൻ ലോ ആണ്. അപ്പൊ ആള് ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്റെ മമ്മിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോ പിന്നെ എന്റെ ചീച്ചിയും പിന്നെ പുറത്തൊക്കെ ആയത് കാരണം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനും പപ്പയും ചേട്ടന്റെ മമ്മിയും വല്യമ്മച്ചിയും പിന്നെ എന്റെ ചേച്ചിയാണ്, വേറൊരു കസിൻ ചേച്ചിയാണ്, അവരൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അപ്പൊ ജ്വല്ലറി പർച്ചേസിംഗ് ഒക്കെ തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യം നോക്കിയത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മാലകളും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതും അങ്ങനെയൊക്കെ. നമ്മൾ എല്ലാ ഓർണമെന്റ്സും ഒന്നും നമ്മൾ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലല്ലോ. അപ്പൊ നമുക്ക് ആദ്യം യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് നോർമൽ ഓർണമെന്റ്സ് ആണ് ഞാൻ ആദ്യം നോക്കിയത്. കാരണം നമുക്ക് വെയർ ചെയ്യാൻ പറ്റണമല്ലോ, നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ഉണ്ടാവണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് ഓർണമെന്റ്സ് ആണ് കേട്ടോ ആദ്യം നോക്കിയത്. അപ്പൊ ഇങ്ങനത്തെ 2-3 മാലകളൊക്കെ നോക്കി. അപ്പോ ഇത് 2 ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ. ആ ചെറിയ ചെറിയ മുത്ത് പോലെയുള്ള മാലകൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി. അപ്പൊ അത് നമ്മൾ ഫിക്സ് ചെയ്തു കേട്ടോ. ഇനി നോക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ആദ്യം നോക്കണത്. നമുക്ക് 2-3 ചെയിൻ, പിന്നെ നമ്മുടെ ബ്രേസ്ലെറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കിയത്. അപ്പൊ ഇത് 2 ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു വേറൊരു മോഡലാണ്. അപ്പൊ ഞാൻ അതിനകത്ത് ഏത് കൺഫ്യൂസ് ചെയ്തിട്ട് ഇരിക്കുകയാണ്, ഏത് എടുക്കണം എന്നുള്ളത് കൺഫ്യൂഷനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ നോക്കിയത് പാദസരമാണ് കേട്ടോ. അപ്പൊ പാദസരം എനിക്ക് അവിടെയുള്ളതൊക്കെ ഭയങ്കര ലൂസായിരുന്നു. അപ്പൊ നമ്മൾ അളവെടുത്തിട്ട് അതെന്തായാലും പണിയിപ്പിക്കേണ്ട വരും. അപ്പൊ നമ്മൾ അതിനുള്ള ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും നമ്മളുടെ ബ്രൈഡൽ വെയർ പോലെ നമുക്ക് അന്ന് കല്യാണത്തിന്റെ ആ ദിവസം നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് നെക്ലസും കാര്യങ്ങളൊക്കെ ആയിട്ട് സാരിമാല അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വെച്ച് നമ്മളൊരു ബ്രൈഡൽ സെറ്റ് ആയിട്ട് നോക്കാൻ കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ചിട്ട് ഒരു ബ്രൈഡൽ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പൊ ആദ്യം എടുത്തത് ഈ ഒരു ചെറിയൊരു നെക്ലസ് ആണ്. അത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് ആദ്യം നോക്കിയത്. അപ്പൊ ഞാൻ അത് ഫിക്സ് ചെയ്തു ഗായ്സ്. എനിക്ക് അത് ഇഷ്ടമായിട്ടോ. എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ അറിയില്ല, എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ഫിക്സ് ചെയ്തു. അപ്പൊ ഞാൻ പപ്പയോടൊക്കെ അഭിപ്രായം ചോദിക്കാൻ കൊള്ളാവോ. പക്ഷെ കമ്മലുമിക്ക് അധികം നോട്ടം വരില്ലേ, കമ്മലുമിക്കൊക്കെ നോട്ടം വരുള്ളൂ. മാലമിക്ക് അല്ല ഗൗൺ ഇടുമ്പോഴേ മുടിയും നെറ്റൊക്കെ പിരീഡാണ്ട് വെച്ചിക്കോ. പക്ഷെ കേരളയില് ചെയ്യുമ്പോ ഭംഗിയുണ്ട്. ആന്റിക്കിന്റെ ലുക്ക് വരില്ല, ഈ ലുക്ക് വരില്ല. സാരിമാരി ഉദ്ദേശിക്കുന്ന മനസ്സിലായി. ഇങ്ങനെ മറ്റേതല്ലേ ഞാൻ അങ്ങനെയല്ല, സാരി പോലെ മനസ്സിലായില്ല. ശരിക്കും സാരി പോലെ നെക്ക് ലെയറാണോ നോക്കണം? അല്ല അതിടാം. എനിക്ക് നമ്മുടെ 2 മാലിൻ്റെ ഇടാനായിട്ട് അതിൻ്റെ ഇടയിൽ 2 സിമ്പിൾ മാല ഉണ്ടെന്നതിൻ്റെ ഇടയിൽ അതൊന്നും എടുക്കും. അതിട്ട് പക്ഷെ ഇതിടാൻ ഇട്ടാലേ അതിൻ്റെ ഒരു ഇതിൽ ഭംഗി. അല്ല ഇതല്ല മറ്റേ അല്ലല്ല അല്ല ഇത് ത്രെഡ് ത്രെഡ് ഞാൻ
അതല്ല കല്ല് കല്ല് ആ അത് ഡെയിലിക്ക് വെറുതെ എടുക്കുക മീൻ ഡെയിലിക്കല്ല ഇങ്ങനെ നമ്മള് ചുരിദാറൊക്കെ ഇടുവാണ് അങ്ങനെ മാറ്റിയിടാൻ വേണ്ടിട്ടേ. അത് 2 ലെയർ ആയിട്ടുണ്ട്. ആ 2 ലെയർ. കറക്റ്റ് പിടിക്ക്. ഇറക്കം പറഞ്ഞോളാം. ഇത് കയറ്റണ്ടേ ഇനി. അപ്പൊ ഞങ്ങള് ബ്രൈഡൽ സെറ്റ് ചെയ്യാനായിട്ട് നോക്കാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മള് എടുത്ത എല്ലാ ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നോക്കാണ്. അപ്പൊ ഏതിനൊക്കെ മാച്ച് ആവുന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ വെയർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് വെച്ച് നോക്കാണ് കേട്ടോ. അങ്ങനെ നമ്മള് കുറെ നേരം നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടോ. നമ്മള് 2:30-3 മണി ടൈമൊക്കെ ആയി. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാണ്. അപ്പൊ നമ്മള് തൃശ്ശൂർ ടൗൺ തന്നെ ആയതുകൊണ്ട് അവിടെ ജസ്റ്റ് നടന്നാൽ മതി. അവിടെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പോകുന്നത് അക്ഷയയിലേക്കാണ്. അപ്പോൾ പുത്തമ്പള്ളിയുടെ അതിൽ കൂടെ നടക്കാണ് കേട്ടോ നമ്മള്. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഷോപ്പിംഗ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാം. എന്റെ ബിരിയാണി അരി അതുകൊണ്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ ജ്വല്ലറി ഷോപ്പിലേക്ക് വന്നു. ഇനി നമ്മൾ നോക്കാൻ പോണത് വളകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോ വളയുടെ കാര്യങ്ങളൊക്കെ ചേട്ടൻ പറയായിരുന്നു. അപ്പൊ നമുക്ക് ഇനി വള നോക്കാം. ഇതും ഇതിട്ട് നോട്ടെ. ഇത് അപ്പുറത്തപ്പുറത്തോടാണ്. ഇത് നമ്മൾ എത്ര ഉണ്ടായിരുന്നു? 32, 34. ഇതൊന്നും കാണിക്കോ? ഇടുമ്പോ ശരിയാവില്ലേ? ഒറ്റയ്ക്ക് അല്ല നമ്മള് മറ്റേതിന് ഇടുമ്പോ ഫംഗ്ഷനായിട്ട് ഇടുന്നില്ലേ, ഒറ്റയ്ക്ക് ഇടുന്നു. ഏതാ?
ഒറ്റയ്ക്ക് മനസ്സിലായി. ഏതാ പറയണേ? ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഓർണമെന്റ്സ്. അപ്പൊ നെക്ലസും കാര്യങ്ങളൊക്കെ നേരത്തെ നോക്കിയത് വേറെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫൈനലൈസ് ചെയ്തത്. അപ്പൊ അങ്ങനെ അപ്പോൾ മാലകളും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഉറപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ബാംഗിൾസ് നോക്കിയപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ബാംഗിൾസ് ഞാൻ നോക്കിയായിരുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല തടവളകളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് 2-3 എടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 5 റിങ്ങുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇയറിങ്സ് അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം അവിടെയൊക്കെ വലിയ വലിയ ഇയറിങ്സ് ആയിരുന്നു. അതെന്തായാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ 2 ചെറിയ ഇയറിങ്സ് എടുത്തു. പിന്നെ ഒരു ഡയമണ്ടിന്റെ ഒരു ഇയറിങ്സും എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ള ഓർണമെന്റ്സ്. അപ്പൊ ഇത് ഫൈനലൈസ് ചെയ്ത് ഇതാക്കുവാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ ഇടുന്നതാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ചെക്കന് ഒരു മാല ഇടാറുണ്ട് കല്യാണ ടൈമിൽ. അത് ഓരോ ചടങ്ങിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അത് ഓരോ സ്ഥലത്തും ഓരോ പോലെ ആയിരിക്കും. അതൊന്നും നമുക്ക് മാറ്റർ ആയിട്ടുള്ള കാര്യങ്ങളല്ല. സോ അങ്ങനെ അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ഒരു ഷോപ്പിംഗ് വ്ളോഗിന്റെ അല്ലെങ്കിൽ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ വരാം. അടുത്ത ഒരു വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ കാണാം. ബൈ ബൈ.